പ്രിയമുള്ള സഹാക്കളെ, സുഹൃത്തുക്കളെ, 18ാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഷെഡ്യൂൾ ഇന്നലെ ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനു മുൻപാണ് ഈ പ്രഭാഷണം ഞങ്ങൾ ഈ മീഡിയയിൽ ആരംഭിച്ചത്. കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ മേഖലകളുടെ നയങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ പ്രതിപാദിച്ചു കൊണ്ടിരുന്നത്. അതിൽ വിദേശ നയവും രാഷ്ട്രീയ നയവും പ്രതിപാദിച്ചതാണ്. ഇനി പ്രതിപാദിക്കേണ്ടിയിരുന്നത് സാമ്പത്തിക നയമാണ്. ഇന്നലെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതുകൊണ്ട് ഇനി ദൈനംദിനം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങളോട് പറയേണ്ടുന്ന അവസ്ഥ സംജാതമായിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദി ആർക്ക് വേണ്ടിയാണ് രാജ്യം ഭരിക്കുന്നത് എന്നുള്ള ചോദ്യം വളരെ കാര്യമാത്ര പ്രസക്തമായി ഉയർത്തി കൊണ്ടുവരേണ്ടുന്ന സമയമാണ്. 2014 ശ്രീമാൻ നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന വേളയിൽ ജനങ്ങളോട് നിരവധി വാഗ്ദാനങ്ങൾ നിരത്തിയിരുന്നു. അതിൽ പ്രധാനപ്പെട്ടൊരു വാഗ്ദാനമെന്ന് പറയുന്നത് വിലക്കയറ്റത്തെ സംബന്ധിച്ചാണ്. നിത്യോപയോഗ സാധനങ്ങളെന്ന നിലയ്ക്ക്, ഞാൻ പറയുന്ന നിത്യോപയോഗ സാധനങ്ങളെന്ന ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങളില്ല, മറിച്ച് പെട്രോളും ഡീസലും പാചകവാതകവും ഇത് ഓരോന്നോരോന്നായി തൊട്ടുകൊണ്ടാണ് നരേന്ദ്രമോദി 2014 ഇന്നാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുന്നതിന് വേണ്ടി രംഗത്ത് വന്നത്. അന്ന് നരേന്ദ്രമോദിയുടെ വാഗ്ദാനം 10 വർഷമായില്ലേ. നമ്മുടെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകുന്നു എന്നുള്ളതാണ്. ഇന്നലെ പറഞ്ഞു വച്ചിരുന്ന കാര്യങ്ങൾ ഇന്ന് ഓർക്കാത്ത തരത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അന്ന് നരേന്ദ്രമോദി പറഞ്ഞു പെട്രോളിൻ്റെ വില 50 രൂപയായി കുറയ്ക്കാമെന്ന്. ഇപ്പം എത്രയായി? ഇപ്പം 107 രൂപയും ചില്ലറ പൈസയുമായി 1 ലിറ്റർ പെട്രോളിൻ്റെ വില തിരുവനന്തപുരത്ത്. ഡീസലിൻ്റെ വില 30 രൂപയാകാമെന്ന് പറഞ്ഞില്ലേ? അതിപ്പോൾ 97-98 രൂപ 52 പൈസയായില്ലേ? പാചകവാതകത്തിൻ്റെ വില 500 രൂപയും ചില്ലറയായിരുന്നുവെന്ന്. ആ പാചകവാതകത്തിൻ്റെ വില 300 രൂപയായി കുറയ്ക്കാമെന്ന് നരേന്ദ്രമോദി പറഞ്ഞതാണ്. അതൊക്കെ എവിടെയായിപ്പോൾ? പാചകവാതകത്തിൻ്റെ വില 1200 രൂപയോളം ഉയർന്നിരിക്കുകയാണ്. ഇതൊക്കെ ഇന്ത്യയിലെ ജനങ്ങൾ മറക്കുകയാണ്. ഈ പെട്രോളിയത്തിൻ്റെയും ഡീസലിൻ്റെയും പാചകവാതകത്തിൻ്റെയും വില വർധനവിലൂടെ കേന്ദ്ര ഗവൺമെൻറ് സമാഹരിച്ചത് ഏകദേശം 1,16,000 ലക്ഷം കോടി രൂപയാണ്. അല്ലെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് 1 ലക്ഷം കോടി രൂപയെന്ന് വയ്ക്കാം. ആ 1 ലക്ഷം കോടി രൂപ നികുതി ഇനത്തിലായി നരേന്ദ്രമോദി ഇന്ത്യയിലെ ജനങ്ങളിൽ നിന്ന് സമാഹരിച്ചു. ആ പണം എവിടെ പോയി? ആ പണം നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ മച്ചമ്പിമാർക്കായി വീതം വെച്ചു കൊടുത്തില്ലേ? നമ്മളിൽ നിന്ന് 1 ലക്ഷം കോടി രൂപ സമാഹരിച്ചപ്പോൾ നരേന്ദ്രമോദി ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് 1 ലക്ഷം കോടി രൂപയുടെ ഇളവും അനുവദിച്ചു. ഇലക്ഷനായപ്പോൾ ചില പത്രങ്ങൾ വലിയ വായിൽ എഴുതുകയാണ് ഒന്നും വ്യക്തിപരമായി സമ്പാദിച്ചിട്ടില്ല എന്നാണ്. 2014 വെറും കൈയോടെ വന്നു, വെറും കൈയോടെ പോകാൻ തയ്യാറായി നിൽക്കുന്നുവെന്നാണ്. വ്യക്തിപരമായി സമ്പാദിക്കണ്ട. പക്ഷേ 2014 നരേന്ദ്രമോദി എന്ന ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ആള് അവിടുന്ന് വിമാനത്തിൽ ഡൽഹിയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിമാനത്തിൽ അദ്ദേഹത്തിന് കൂട്ടായി ഉണ്ടായിരുന്ന ആളാണ് അദാനി. അന്ന് അദാനിയുടെ സ്ഥാനം എവിടെ? ഇന്ത്യൻ കോർപ്പറേറ്റുകളുടെ പട്ടികയിൽ അദാനിയുടെ സ്ഥാനം എത്രയായിരുന്നു? ഇതൊക്കെ സാധാരണ വോട്ട് ചെയ്യുന്ന ആളുകൾ ഓർത്തു വയ്ക്കുന്നതാണോ? അന്ന് അദാനിയുടെ സ്ഥാനമെന്ന് പറയുന്നത് ഇന്ത്യക്കകത്ത് 20ാമതല്ലായിരുന്നോ? ഇപ്പം എത്രയായി? കഴിഞ്ഞ 10 വർഷക്കാലത്ത് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ തലോടൽ കൊണ്ട്, സഹായം കൊണ്ട് ആ അദാനി എന്ന് പറയുന്ന ഇന്ത്യയിൽ 20ാമത് നിന്ന ആ കോർപ്പറേറ്റ് ലോകത്തിലെ നമ്പർ 1 കോർപ്പറേറ്റായി മാറിയില്ലേ? വ്യക്തിപരമായി ഒന്നും സമ്പാദിച്ചില്ല. കൈകൾ ശുദ്ധമാണ്,
കുടുംബത്തിന് വേണ്ടി ഒന്നും സമ്പാദിച്ചില്ല. എന്തെല്ലാമാണ് ഇവിടെ വാരി വിതറുന്നേ. പക്ഷേ അദാനി, അംബാനി അങ്ങനെയുള്ള കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നരേന്ദ്രമോദി ഒരുപാട് സമ്പാദിച്ചില്ലേ? ഇവിടെ ആരാ വിലക്കയറ്റം ഉണ്ടാക്കുന്നേ? നരേന്ദ്രമോദിക്ക് നിത്യോപയോഗ സാധനങ്ങളുടെ വിലകൾ കുറയ്ക്കാനാവൂ? കേരളത്തിലെ LDF ഗവൺമെൻറ് വില കുറയ്ക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുന്നുണ്ട്. വില കുറയ്ക്കാൻ വേണ്ടിയുള്ള സമീപനം എന്താണെന്ന് വെച്ചാൽ പൊതുവിതരണ സംവിധാനം മെച്ചപ്പെടുത്തുക എന്നത് തന്നെയാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ അടിത്തറയെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുള്ള ആളുകൾ പറയുമല്ലോ, വിലക്കയറ്റം നിയന്ത്രിക്കാൻ പൊതുവിതരണ സമ്പ്രദായം മെച്ചപ്പെടുത്തണം. കേരളത്തിൽ അതല്ലേ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിക്ക് ഇത്രയും കാലമായി ഇന്ത്യ രാജ്യത്ത് വിലക്കയറ്റം നിയന്ത്രിക്കാൻ അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടിയുണ്ടോ? ഉണ്ടെങ്കിൽ പറയട്ടെ. ഇവിടെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നത്, വിലക്കയറ്റം വർദ്ധിപ്പിക്കുന്നത്, അതിനെ സംബന്ധിക്കുന്ന ആത്യന്തികമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് ഇന്ത്യയിലെ 5 കുത്തകകളില്ലേ? ആർക്കറിയാത്തത്? സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്ന, ഇന്ത്യയിലെ കുത്തകകളെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഏതൊരാളിനും അറിയാം, ഇന്ത്യയെ സംബന്ധിച്ച് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം സൃഷ്ടിക്കുന്നത്, നിയന്ത്രിക്കുന്നത് എന്നല്ല ഞാൻ പറയുന്നത്, സൃഷ്ടിക്കുന്നത് ഈ രാജ്യത്തിലെ 5 കുത്തകകളാണ്. ആരാത്? ഒന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, മറ്റൊന്ന് ടാറ്റയുടെ ഗ്രൂപ്പ്, ടാറ്റ ഗ്രൂപ്പ്, വേറൊന്ന് അദാനി എൻ്റർപ്രൈസസ്, വേറൊന്ന് ആദിത്യ ബിർള ഗ്രൂപ്പ്, വേറൊന്ന് ഭാരതി എയർടെൽ. ഈ 5 കുത്തകകളാണ് ഇന്ത്യയെ സംബന്ധിച്ച് സാധനങ്ങളുടെ വിലക്കയറ്റം സൃഷ്ടിക്കുന്നത്. എവരുടെ മൂക്കിൽ കയറിടാൻ നരേന്ദ്രമോദിക്ക് കഴിയുമോ? അതിന് കഴിയുന്നില്ല എന്ന് മാത്രമല്ല, അവർക്ക് വളർന്നു വരാൻ വേണ്ടിയുള്ള എല്ലാ വളവും വെള്ളവും ഒഴിച്ചു കൊടുക്കുന്ന സമീപനമാണ് നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ വിലക്കയറ്റം സൃഷ്ടിക്കുന്നത് ഈ 5 പേരെന്ന് ഞാൻ പറഞ്ഞില്ലേ? അത് ഇവിടുന്ന് കിട്ടിയതാ. ഈ വിവരം കിട്ടിയത് റിസർവ് ബാങ്കിൻ്റെ മുൻ ഡെപ്യൂട്ടി ഗവർണർ വിരാൽ ആചാര്യ എഴുതിയതാണ്. റിസർവ് ബാങ്കിൻ്റെ മുൻ ഡെപ്യൂട്ടി ഗവർണറായിരുന്നു വിരാൽ ആചാര്യ. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വച്ചതാ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിലക്കയറ്റം നിർണ്ണയിക്കുന്നത്, സൃഷ്ടിക്കുന്നത് ഈ 5 കുത്തക കുടുംബങ്ങളാണ്. അപ്പോൾ നരേന്ദ്രമോദി 2014 തെരഞ്ഞെടുപ്പ് വേളയിൽ ഇവിടെ പ്രസംഗിക്കാൻ വന്നപ്പോൾ, ഇവിടെ വോട്ട് ചോദിച്ചു വന്നപ്പോൾ വിലക്കയറ്റം നിയന്ത്രിക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇന്ത്യയിലെ അവസ്ഥ എന്താ? ഇന്ത്യയിലെ അതിസമ്പന്നരായ 1% കൈകളിലാണ് രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ 40%. ഓക്സ്ഫാം റിപ്പോർട്ട് എല്ലാ വർഷവും വരികയില്ലേ? ആ ഓക്സ്ഫാം റിപ്പോർട്ട് രാഷ്ട്രീയ പ്രവർത്തകരായ ഞങ്ങളെപ്പോലുള്ള ചില ആളുകൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതല്ലേ? ആ ഓക്സ്ഫാം റിപ്പോർട്ടിലാണ് പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തിലെ 40% വരുന്ന സമ്പത്ത് ഈ രാജ്യത്തിലെ 1% കൈകളിലാണ്. എന്ത് അസമമായ വളർച്ചയാണ്, അസന്തുലിതമായ വളർച്ചയാണ്. ആ വളർച്ചയെ നിയന്ത്രിക്കാൻ, അത് തുല്യതയിലേക്ക് എത്തിക്കാൻ ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന കോടിക്കണക്കിന് വരുന്ന ജനതയ്ക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കാൻ നരേന്ദ്രമോദിയുടെ കഴിയുന്നുണ്ടോ? ജനസംഖ്യയുടെ താഴെത്തട്ടിലുള്ള 50%-ന് സ്വന്തമായിട്ടുള്ളത് രാജ്യത്തിൻ്റെ ആകെ സമ്പത്തിൻ്റെ 3%. മറ്റൊരു കണക്കാ ഓക്സ്ഫാം റിപ്പോർട്ടിൻ്റെ. 50% ജനത്തിൻ്റെ സ്വന്തമായിട്ടുള്ളത് എത്ര? വെറും 3%. ഈ രാജ്യത്തിൻ്റെ 40% സമ്പത്ത് വെറും 1% കൈകാര്യം ചെയ്യുകയാണ്. ഇതിനു വേണ്ടിയുള്ള അവസരം ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ശ്രീമാൻ നരേന്ദ്രമോദിയല്ലേ? ഇതേ ഇന്ത്യയിൽ തന്നെയാണ് 2020 $102 ശതകോടീശ്വരന്മാർ. ഇപ്പോൾ എത്രയായെന്നറിയോ? 169. അപ്പം നരേന്ദ്രമോദിയുടെ വളർച്ച പ്രവർത്തനം ശതകോടീശ്വരന്മാർക്ക് വേണ്ടിയാണ്. 2020 102 ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എത്രയായി? 3-4 വർഷം കൊണ്ട്, 3 വർഷം പൂർത്തിയായപ്പോൾ ശതകോടീശ്വരന്മാരുടെ എണ്ണം 169. 67 ശതകോടീശ്വരന്മാരാണ് ഈ 3 വർഷം കൊണ്ട് ഇന്ത്യയിൽ വളർന്നു വന്നിരിക്കുന്നത്. അപ്പം നരേന്ദ്രമോദിയുടെ സാമ്പത്തിക നയം കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ സാമ്പത്തിക നയമാണ്. നരേന്ദ്രമോദിയുടെ സാമ്പത്തിക നയം ഈ രാജ്യത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് ദ്രോഹകരമായ സാമ്പത്തിക നയമാണ്. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഏറ്റവും ധനികരായ 100 ഇന്ത്യക്കാരുടെ സമ്പത്തിൻ്റെ ആകെ മൂല്യം 52.12 ലക്ഷം കോടി രൂപ. 100 ധനികന്മാരുടെ, ഏറ്റവും ധനികരായ 100 ഇന്ത്യക്കാരുടെ സമ്പത്ത് എത്ര? സമ്പത്തെന്ന് പറഞ്ഞാൽ ഏകദേശം 52.12 ലക്ഷം കോടി രൂപ. 10 അതിധനികരുടെ സമ്പത്ത് 27.52 ലക്ഷം കോടി രൂപ. ഞാൻ ആ കണക്കുകൾ അങ്ങനെ പറയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ കണക്ക് ഓർത്തു വയ്ക്കണമെന്നോ കുറിച്ചെടുക്കണമെന്നോ ഇല്ല. അത് അരോചകമായി തോന്നും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ചരക്ക് സേവന നികുതി വരുമാനത്തിൻ്റെ 64% സംഭാവന ചെയ്യുന്നത് ജനസംഖ്യയിലെ താഴെ തട്ടിലുള്ള 50%. ഈ രാജ്യത്തിൻ്റെ വരുമാനം എവിടുന്ന്? അതാണ് പറയുന്നത്. ഈ രാജ്യത്തിൻ്റെ വരുമാനത്തിൻ്റെ 50% അല്ലെങ്കിൽ 64% കൃത്യമായി പറഞ്ഞാൽ ചരക്ക് സേവന നികുതി വരുമാനത്തിൻ്റെ 64% സംഭാവന ചെയ്യുന്നത് ജനസംഖ്യയിൽ താഴെത്തട്ടിലുള്ള 50%. സമ്പന്നരായ 10% സംഭാവന എന്ന് പറഞ്ഞാൽ വെറും 4%. എന്തൊരു കൊള്ളയെന്ന് നോക്കണം. അതാണ് ഞാൻ പറഞ്ഞ പെട്രോളിയം, ഡീസൽ, പാചകവാതകം, ഇതിലൂടെ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് 1 ലക്ഷം കോടി രൂപ പാവപ്പെട്ടവനിൽ നിന്ന് സമാഹരിച്ചപ്പോൾ മറുവശത്ത് അതേ 1 ലക്ഷം കോടി രൂപ നരേന്ദ്രമോദി ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി എഴുതി തള്ളുകയും ചെയ്തു. അപ്പം നരേന്ദ്രമോദിയുടെ ഭരണം കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ഭരണമാണ്, ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണമല്ല. അതുകൊണ്ടാണ് ഞങ്ങളിത് പറയുന്നത്. അസമത്വം കുറച്ചുകൊണ്ടുവരുന്നതിനായി അതിസമ്പന്നരായ 1% സമ്പത്തിനു മേൽ സ്ഥിരമായി 1% നികുതി ഏർപ്പെടുത്തണം നമ്മുടെ നിർദ്ദേശമാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ആ തരത്തിൽ നരേന്ദ്രമോദി മുന്നോട്ട് പോവുകയില്ല. അന്ന് പറഞ്ഞല്ലോ, അന്ന് നരേന്ദ്രമോദി പറഞ്ഞെന്താ? പാവപ്പെട്ട ജനങ്ങളൊന്നും ആശങ്കപ്പെടണ്ട, പൈസയില്ല എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട. എന്താണെന്ന് വെച്ചാൽ ഇന്ത്യക്കാരുടെ ഒത്തിരി പണം വിദേശത്ത് കിടക്കുകയാണ്. അങ്ങനെ വിദേശത്ത് കിടക്കുന്ന പണം മുഴുവൻ ഇവിടെ കൊണ്ടുവരാം. കള്ളപ്പണം, അതാ പറഞ്ഞേ, ആ കള്ളപ്പണം മുഴുവൻ ഇവിടെ കൊണ്ടുവന്നിട്ട് അത് ഇന്നാട്ടിലെ ജനങ്ങൾക്ക് വീതം വെച്ച് കൊടുക്കാം. അങ്ങനെ വീതം വെച്ച് കൊടുക്കുമ്പോഴോ ഇന്ത്യയിലെ ഒരാളിന്, ഒരു വ്യക്തിക്ക് ഏറ്റവും കുറഞ്ഞത് 15 ലക്ഷം രൂപ കിട്ടും എന്നാണ് പറഞ്ഞത്. കിട്ടിയോ? കള്ളപ്പണം വന്നോ? കള്ളപ്പണം വന്നില്ല എന്ന് മാത്രമല്ല, കള്ളപ്പണം വെളുപ്പിക്കുന്നതിനു വേണ്ടി നരേന്ദ്രമോദി നോട്ട് നിരോധനം അടക്കം ഇന്ത്യയിൽ ഏർപ്പെടുത്തിയില്ലേ? പഴയ കഥയെന്ന് പറഞ്ഞ് വേണം എഴുതി തള്ളാം. നോട്ട് നിരോധനം ഏർപ്പെടുത്തിയത് കള്ളപ്പണത്തെ വെളുപ്പിക്കാൻ വേണ്ടിയല്ലേ? അത് നരേന്ദ്രമോദി ചെയ്തില്ലേ? അല്ലെ വേറെ എന്തിനു വേണ്ടിയാണോ അത് ചെയ്തത്? ഒരു പണവും പോലും എടുത്തില്ലല്ലോ. ഇപ്പൊ കണ്ടില്ലേ ഇലക്ട്രൽ ബോണ്ട് എത്ര കോടി രൂപയാണ് ചെലവാക്കുന്നേ? ഈ വേദിയിൽ നിന്നുകൊണ്ട് എത്രയോ പ്രാവശ്യം പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ നരേന്ദ്രമോദി BJP NDA ചെലവഴിക്കുന്ന പണത്തെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞില്ലേ? ഈ പണം ഇവിടുന്ന് ജനങ്ങളെ ഒന്നും പിരിക്കുന്നില്ല. ഇവിടുത്തെ കോർപ്പറേറ്റുകളുടെ പണം, ഇലക്ട്രൽ ബോണ്ട്, കഴിഞ്ഞ എത്രയോ വർഷമായി ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ വാങ്ങുന്ന ഇലക്ട്രൽ ബോണ്ട് എന്ന പേരിൽ വാങ്ങിക്കുന്ന കള്ളപ്പണത്തിൻ്റെ കണക്ക് ഇവിടെ ഉണ്ടോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് അതിനെ സംബന്ധിച്ച് വേഗിലതയുണ്ടായിരുന്നോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി CPIM ഒഴികെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അങ്ങനെ വാങ്ങുന്ന പണത്തിൻ്റെ കണക്ക് ഇവിടെ പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞോ? ഇവിടെ ഒരു ഇലക്ഷൻ കമ്മീഷൻ, എന്താ കർഷക തൊഴിലാളി പെൻഷൻ അല്ലെ ക്ഷേമ പെൻഷൻ ഒന്നാകെ 2000 രൂപയായി ഞങ്ങൾ ഉയർത്തുമെന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ ചാട്ടവാറുമായി നിൽക്കുക. എന്താ ചാട്ടവാറ്? അങ്ങനെ 2000 രൂപയായി ഉയർത്തുമ്പോൾ ആ വർധനവായി വരുന്ന 400 രൂപ പ്രതിമാസം. അപ്പോൾ ഒരു വർഷം 4800 രൂപ. അതെവിടുന്നാണ് കൊടുക്കാനുള്ളത് എന്ന് പറയണമെന്നാ ബോധ്യപ്പെടുത്തണമെന്ന ഇലക്ഷൻ കമ്മീഷനെ. ഒരു സംസ്ഥാന ഗവൺമെൻറ് ക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന നിലയ്ക്ക് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പ്രഖ്യാപിച്ചാൽ അതിൻ്റെ വരുമാനത്തിൻ്റെ ഉറവിടം കാണിക്കണം എന്ന് പറഞ്ഞില്ലേ? ആ ഇലക്ഷൻ കമ്മീഷനോടാണ് സുപ്രീം കോടതി പറഞ്ഞു മര്യാദയ്ക്ക് കണക്ക് ബോധ്യപ്പെടുത്തണം. SBI വഴിയാണ് ഈ കണക്കുകൾ കള്ളപ്പണം മുഴുവൻ വെളുപ്പിച്ചിരിക്കുന്നത്, ഇലക്ട്രൽ ബോണ്ട്, അത് ബോധ്യപ്പെടുത്തണമെന്ന് പറഞ്ഞില്ലേ?
ചാട്ടവാറുമായി സുപ്രീം കോടതി നിന്നിട്ട് പോലും അതിൻ്റെ കണക്കുകൾ സത്യസന്ധമായി സുതാര്യമായി പ്രദർശിപ്പിക്കാൻ പുറത്തുവിടാൻ ഇന്ത്യ ഗവൺമെൻറ് തയ്യാറാവുന്നില്ലല്ലോ. അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കുറേ കണക്ക് വന്നല്ലോ. BJPക്ക് എത്ര 1000 കോടി രൂപയാണ് വന്നിരിക്കുന്നത്? എന്ത് ബന്ധമാണ് ഇത്? ഈ ബന്ധമെന്ന് പറഞ്ഞാൽ അതാണ് നേതൊരു കാർട്ടൂൺ കണ്ടു, ഫാദർ ഓഫ് നേഷൻ മഹാത്മാഗാന്ധി, ഫാദർ ഓഫ് ഡൊണേഷൻ നരേന്ദ്രമോദി. അതാണ് വ്യത്യാസം ഇവിടെ. ഫാദർ ഓഫ് നേഷൻ്റെ സ്ഥാനത്ത് നരേന്ദ്രമോദി എന്ന കഴിഞ്ഞ 10 വർഷമായി പ്രധാനമന്ത്രിയായിരിക്കുന്ന ആള് ഫാദർ ഓഫ് ഡൊണേഷനായി മാറിയിരിക്കുകയാണ്. കൈക്കൂലി പാവിയായി ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി മാറിയിരിക്കുകയല്ലേ. അത് ചുരുക്കിയാണ് അവിടെ. പിന്നെ 2014 നരേന്ദ്രമോദി പറഞ്ഞെന്താ? തൊഴിലില്ലായ്മയെ സംബന്ധിച്ച് പറഞ്ഞില്ലേ? നരേന്ദ്രമോദി പറഞ്ഞു തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാം. ചെറുപ്പക്കാരോട് പറഞ്ഞു 2 കോടി ആളുകൾക്ക് ജോലി തരാമെന്ന ഒരു വർഷം. ഇപ്പോൾ 10 വർഷമായില്ലേ, 20 കോടിയായില്ലേ? 20 വർഷം, അതെ 20 കോടിയായില്ലേ? 10 വർഷം കൊണ്ട് എത്ര പേർക്ക് ജോലി കൊടുത്തു? തൊഴിലില്ലായ്മയെ സംബന്ധിച്ച് നരേന്ദ്രമോദി എന്തെങ്കിലും പറയുന്നുണ്ടോ? ഒരു കാര്യം പറയാം, കഴിഞ്ഞ 77 വർഷത്തിനിടയിൽ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടി 77 വർഷമാവുകയാണ്. ഈ 77 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്നത് ഈ സന്ദർഭത്തിലാണ്, നരേന്ദ്രമോദിയുടെ ഭരണത്തിൻ കീഴിലാണ്. എന്തെങ്കിലും മിണ്ടാട്ടം അതിനെ സംബന്ധിച്ചുണ്ടോ? ഇവിടെയൊക്കെ BSNL ഉണ്ടായിരുന്നല്ലോ. ഇവിടെ സ്റ്റാച്യൂവിലെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നേ കമ്പി ഓഫീസ് ഉണ്ടായിരുന്നു. എല്ലാ താലൂക്ക് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും കമ്പി ഓഫീസ്, BSNL ഓഫീസ് ഉണ്ടായിരുന്നു. എവിടെയെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ? ലക്ഷക്കണക്കിന് ജീവനക്കാർ പണിയെടുത്തുകൊണ്ടിരുന്ന BSNL ഇന്നിപ്പോൾ 36,000 37,000 ആളുകൾ മാത്രം പണിയെടുക്കുന്ന ഒരു ചെറിയ സ്ഥാപനമായി മാറിയില്ലേ? ജോലി ഉണ്ടായിരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ജോലി ഇല്ലാത്തവരായി മാറിയില്ലേ? നരേന്ദ്രമോദിക്ക് അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ആശങ്കയുണ്ടോ? അത്തരം ആളുകൾക്ക് ജോലി കൊടുക്കുന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും മിണ്ടാട്ടമുണ്ടോ? ഇതാ വരുന്ന വർഷങ്ങളിൽ റെയിൽവേ സ്വകാര്യവൽക്കരിക്കാൻ പോവുകയല്ലേ, പൂർണ്ണമായും പോവുകയല്ലേ, ആയി കഴിഞ്ഞു. 2030 ആവുമ്പോഴേക്കും ഇന്ത്യൻ റെയിൽവേ അതിൽ ചരക്ക് ഗതാഗതം പൂർണ്ണമായും സ്വകാര്യ മേഖലയിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഇതല്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ? 25 വയസ്സിന് താഴെയുള്ള ബിരുദധാരികൾക്കിടയിൽ തൊഴിലില്ലായ്മ 42% എന്നാണ് പുതിയ കണക്ക് പറയുന്നത്. ബിരുദധാരികൾക്ക് കേരളത്തിലുള്ളതുപോലത്തെ ബിരുദധാരികൾ ഇന്ത്യയിൽ മറ്റ് സ്റ്റേറ്റുകളിൽ ഇല്ലല്ലോ. വളരെ കുറച്ചല്ലേ ഉള്ളൂ ഉന്നത വിദ്യാഭ്യാസം നേടിയത്. ആ ഉന്നത വിദ്യാഭ്യാസം നേടിയതിൽ 42% ആളുകൾ എന്താണ്, തൊഴിലില്ലാത്തവരായി നിലനിൽക്കുന്നുവെന്നാണ് 2023 ഒരു റിപ്പോർട്ട് പറയുന്നത്. 42% പേർക്ക് തൊഴിലില്ലായി. 23-24 GDP-യിൽ 2019-20 അപേക്ഷിച്ച് 18% വളർച്ച നേടാനാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. അതേസമയം കഴിഞ്ഞ 5 വർഷങ്ങളിൽ തൊഴിൽ മേഖലയിൽ വളർച്ചയൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. GDP-യിൽ 5% വളർച്ച. എന്നാൽ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ച നടപടിയിലൂടെ എത്ര ശതമാനം വളർച്ചയാണ് ഉണ്ടായത്? ഒന്നും ഉണ്ടായില്ലല്ലോ. അപ്പോൾ എല്ലാം സ്വകാര്യവൽക്കരിക്കുകയല്ലേ. എല്ലാ വർഷവും ഫെബ്രുവരി മാസം അവസാനം ഇന്ത്യ ഗവൺമെൻറ് റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിറ്റേ ദിവസം പൊതു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വന്നു. 2015 മുതൽ റെയിൽവേ ബഡ്ജറ്റില്ല. റെയിൽവേ ബഡ്ജറ്റില്ല എന്ന് പറഞ്ഞാൽ റെയിൽവേക്ക് തനതായി വരുമാനമില്ല. വരുമാനം മുഴുവൻ സ്വകാര്യ മേഖല കൊണ്ടുപോവുകയാണ്. അപ്പോൾ റെയിൽവേ ബഡ്ജറ്റ് പോലും വേണ്ടാന്ന് വെച്ച നരേന്ദ്രമോദി ആ മേഖല മൊത്തമായും ഈ സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി കൊടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുക, മറുവശത്ത് തൊഴിലില്ലായ്മയ്ക്ക് ആക്കം കൂട്ടാൻ വേണ്ടിയുള്ള സ്വകാര്യവൽക്കരണ നടപടികൾ ത്വരിതമായി നടപ്പാക്കുക. 1991 അന്നാണ് നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ് ഈ പുതിയ സാമ്പത്തിക നയം നടപ്പാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയത്. 1998 ശ്രീമാൻ വാജ്പേയി
നരേന്ദ്രമോദിയുടെ നേതാവ്, അദ്ദേഹം പ്രധാനമന്ത്രിയായി വന്നു. ആ വാജ്പേയിയുടെ മന്ത്രിസഭയിലാണ് ശ്രീമാൻ അരുൺ ഷൂരി ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് മിനിസ്റ്ററായി വന്നത്. ആ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് മിനിസ്റ്ററായി അരുൺ ഷൂരി തുടരുമ്പോൾ ഈ രാജ്യത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റ് തൊലയ്ക്കാൻ വേണ്ടിയുള്ള പരിശ്രമം കൈക്കൊണ്ടിരുന്നു. അന്ന് എത്ര കോടി രൂപയ്ക്കാണ് വിറ്റത്? അന്ന് അരുൺ ഷൂരിയുടെ കാലത്തെല്ലാം വിറ്റത് 5,000 കോടി രൂപയ്ക്ക്. അത്രയേ ഉള്ളൂ. പൊതുമേഖലാ സ്ഥാപനങ്ങൾ 5,000 കോടി രൂപയ്ക്കാണ് ഒരു വർഷം വിറ്റത്. ഇപ്പോഴോ നരേന്ദ്രമോദിയുടെ കാലത്ത്, അമിത്ഷായുടെ കാലത്ത് ഈ വർഷം പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റടിക്കുന്നതിലൂടെ അവർ ലക്ഷ്യം വെച്ചിട്ടുള്ളത് 5,000 കോടിയുടെ സ്ഥാനത്ത് 51,000 കോടി രൂപ. 51,000 കോടി രൂപയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റു തൊലയ്ക്കാൻ വേണ്ടി നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയല്ലേ. വായ്പകളോ നമുക്കറിയാലോ, ഇവിടെ സഹകരണ മേഖലയ്ക്കെതിരായി കൊട്ടിഘോഷിക്കുകയല്ലേ. ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് പുതിയ സഹകരണ ബാങ്കുകൾ തുടങ്ങാൻ പോകുന്നുവെന്നാണ്. കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് എന്തോ ഒരു പേരൊക്കെ പറഞ്ഞു, ഞാൻ അത് ഓർക്കുന്നില്ല. പുതിയ സഹകരണ ബാങ്കുകൾ തുടങ്ങുന്നു. നമ്മളിവിടെ ഒരു ATM പോയി SBIയുടെ ATM കയറി ഇങ്ങനെ കാർഡ് കൊണ്ടിട്ടാലോ പൈസ ഒന്നും വരുന്നില്ല. ഇപ്പോൾ യുവർ ട്രാൻസാക്ഷൻ ഈസ് ഡിക്ലൈൻഡ്, സോറി, അത്ര തന്നെ. 2 അടി കൊടുക്കാൻ പറ്റൂ ATM നേരെ മറിച്ച് കോപ്പറേറ്റീവ് ബാങ്കിൽ പോയാലോ, കോപ്പറേറ്റീവ് ബാങ്കിൽ പോയി ഏതെങ്കിലും ഒരു ബാങ്കിൽ പോയി 5 ലക്ഷം രൂപ വേണം. അയ്യോ ഇന്നില്ലല്ലോ, നേരത്തെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കായിരുന്നു. ഉടൻ വാർത്ത വരികയല്ലേ, ഇന്ന കോപ്പറേറ്റീവ് ബാങ്ക് തകർച്ചയിൽ, നിക്ഷേപകർ നെട്ടോട്ട് ഓടുന്നു. ഇതൊക്കെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ഇവിടെ കോടിക്കണക്കിന് രൂപ എഴുതി തള്ളുകയല്ലേ. ഇപ്പോൾ SBI നമ്മുടെ ഇലക്ട്രൽ ബോണ്ട് വന്നില്ലേ. ഇലക്ട്രൽ ബോണ്ട് വന്നപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കേണ്ടിയിരുന്നതാരാ? SBI. SBIക്ക് രാഷ്ട്രീയത്തിൽ എന്ത് കാര്യം? അതൊരു ബാങ്കിങ് സ്ഥാപനമല്ലേ. കേരളത്തിലെ SBT അടക്കം ലയിപ്പിച്ച് SBI എന്ന നിലയ്ക്ക് നിൽക്കുകയല്ലേ. ഈ ലോകത്തിലെ പ്രധാനപ്പെട്ട ബാങ്കുകളിലൊന്നായി SBI മാറിയില്ലേ. ആ SBIയുടെയാണ് സുപ്രീം കോടതി ചാട്ടവാറ് വെച്ചുകൊണ്ട് അവിടെ കൊണ്ടുവന്ന ബോണ്ടുകളുടെ വിവരം വെളിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞത്. മിണ്ടാട്ടമില്ലാതെ നിന്നില്ലേ. ഏറ്റവും അവസാനം കഴിഞ്ഞ ആഴ്ച കുറച്ച് ദിവസം കൂടെ വേണമെന്ന് ആ സ്റ്റേറ്റ്മെൻ്റ് എടുക്കാൻ. അപ്പം സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങളിൽ വരവും ചെലവും ഒന്നും ഇല്ലേ? ഉണ്ട്, അതൊന്ന് സോർട്ട് ചെയ്യണമെന്നാ. അപ്പം സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങൾ സോർട്ട് ചെയ്യേണ്ട, കിട്ടിയ കണക്ക് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്താൽ മതി. എന്ത് താല്പര്യം? രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്ത കണക്ക് പുറത്ത് പറയാതിരിക്കാൻ വേണ്ടി SBI കാണിക്കുന്ന താല്പര്യം. എന്താ താല്പര്യം? വേറെ താല്പര്യമൊന്നുമില്ല, നരേന്ദ്രമോദിയുടെ സഹായം തന്നെ. 2014-15 മുതലുള്ള 9 വർഷങ്ങളിൽ എന്ന് പറഞ്ഞാൽ 23-24 വരെ ഇന്ത്യയിലെ വാണിജ്യ ബാങ്കുകൾ 14.56 ലക്ഷം കോടി രൂപയുടെ വായ്പകൾ എഴുതി തള്ളി. എത്ര കോടി രൂപയുടെ? 14.56 ലക്ഷം കോടി രൂപയുടെ വായ്പകളാണ് ഇവിടെ എഴുതി തള്ളിയത്. നമ്മുടെ സാധാരണക്കാരൻ്റെ വായ്പകൾ എഴുതി തള്ളിയോ? നമ്മളെ കഷ്ടകാലത്തിന് ഏതെങ്കിലും ബാങ്കിൽ പോയി 2, 3, 4, 5, 10 അതിനപ്പുറം ഒന്നും ഇല്ലല്ലോ. 5 പോലും ഇല്ലല്ലോ. തീരെ നിൽക്കാൻ വയ്യാതാവുമ്പോൾ ഏതെങ്കിലും എംപ്ലോയീസിൻ്റെ ജാമ്യം എല്ലാം സ്വീകരിച്ചുകൊണ്ട് ഏതെങ്കിലും ബാങ്കുകളിൽ പോയി 1, 2, 3 ലക്ഷം രൂപ കടമെടുക്കുകയല്ലേ. എന്തെല്ലാം ഭീഷണിയാണ്, എന്തെല്ലാം പീഡനമാണ്. അവസാനം ഓൺ ടൈം സെറ്റിൽമെൻ്റ് അടക്കം നടത്തിയല്ലേ. ഇത് നോക്കണം, എത്ര കോടി? 14.56 ലക്ഷം കോടി രൂപയുടെ വായ്പകൾ എഴുതിത്തള്ളി. ഇതാരുടെ വായ്പ? സമ്പന്നന്മാരുടെ വായ്പ. വിജയ് മല്യയുടെ വായ്പ, അദാനിയുടെ വായ്പ, അംബാനിയുടെ വായ്പ. അങ്ങനെയുള്ള വമ്പൻ കോർപ്പറേറ്റുകളുടെ വായ്പകളാണ് നരേന്ദ്രമോദി ബാങ്കിൽ ഇടപെട്ടിട്ട് എഴുതിത്തള്ളാൻ പറയുന്നത്. അതുകൊണ്ടാണ് SBI സുപ്രീം കോടതിയല്ല, അതിൻ്റെ അപ്പുറത്ത് ഇൻ്റർനാഷണൽ കോടതി പറഞ്ഞാലും കൊടുക്കാൻ കഴിയുന്ന കണക്കേ കൊടുക്കാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് നിലകൊള്ളുന്നത്. ഇതിൽ ഈ എഴുതിത്തള്ളിയ 14.56 ലക്ഷം കോടി രൂപയിൽ 7.41 ലക്ഷം കോടി രൂപ വൻകിട വായ്പകളുടെ കുടിശ്ശികയാണ്. നേരു പകുതി. 14.56 ലക്ഷം കോടി രൂപയുടെ വായ്പകളാണ് എഴുതിത്തള്ളിയത്. അതിൽ നേര് പകുതി എന്ന് പറഞ്ഞാൽ 7.41 ലക്ഷം കോടി രൂപയുടെ വായ്പ വൻകിട മുതലാളിമാരുടെ വായ്പയാണ്, കുടിശ്ശികയാണ്. അതിൽ എഴുതിത്തള്ളിയത്.
എഴുത്തള്ളിയ വായ്പകളിൽ നിന്ന് തിരിച്ചു പിടിക്കുവാൻ ആയത് വെറും 2 ലക്ഷം കോടി രൂപയുടെ വായ്പ മാത്രമാണ്. അപ്പം നരേന്ദ്രമോദിയുടെ 10 വർഷത്തെ ആകെ ഭരണമെന്ന് പരിശോധിച്ചാൽ ആ ഭരണമെന്ന് പറയുന്നത് കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ ഭരണമാണ്. ഇത് വാണിജ്യ ബാങ്കുകൾ എഴുത്തള്ളിയ കണക്കാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ പൊതുമേഖലാ ബാങ്കുകൾ എഴുത്തള്ളിയത് 10.42 ലക്ഷം കോടി രൂപയാണ്. അപ്പം എത്ര ലക്ഷം കോടി രൂപയാണ് വാണിജ്യ ബാങ്കുകളും പൊതുമേഖലാ ബാങ്കുകളുമായി ഇന്ത്യ മഹാരാജ്യത്ത് എഴുത്തള്ളിയിരിക്കുന്നത്. ഇതാരുടെ പണം? ആരെ സഹായിക്കാൻ വേണ്ടിയുള്ള സമീപനം? ഇതെല്ലാം നരേന്ദ്രമോദിയുടെ ആശ്രിതരാകുന്ന നരേന്ദ്രമോദിയെ തീറ്റിപ്പോറ്റുന്ന വമ്പൻ മുതലാളിമാരുടെ കോർപ്പറേറ്റുകളുടെ പണമാണ് എന്ന് നമുക്ക് നന്നായി പറയാൻ കഴിയുന്നതാണ്. ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. കാർഷിക മേഖലയിൽ നരേന്ദ്രമോദി എന്തെല്ലാം പറഞ്ഞു? കാർഷിക മേഖലയിൽ നരേന്ദ്രമോദി പറഞ്ഞില്ലേ, സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കാർഷിക വിളകൾക്ക് ന്യായമായ വില കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ? എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തില്ലല്ലോ. ഒന്നും ചെയ്യാൻ വേണ്ടിയുള്ള മനസ്സ് നരേന്ദ്രമോദി കാണിക്കുന്നില്ലല്ലോ. തറവില നിശ്ചയിക്കാൻ പോലും തയ്യാറാവുന്നില്ലല്ലോ. എത്ര ലക്ഷം ആളുകളാണ് നരേന്ദ്രമോദിയുടെ ഭരണത്തിൻ കീഴിൽ ആത്മഹത്യ ചെയ്തത് എന്ന് നമുക്കറിയാൻ പറ്റുമോ? 2014 മുതൽ 2022 വരെ ഇന്ത്യ മഹാരാജ്യത്ത് ആത്മഹത്യ ചെയ്തത് 1 ലക്ഷം കർഷകനാണ്. പണ്ട് നമ്മൾ കർഷക ആത്മഹത്യയെ സംബന്ധിച്ച് നന്നായി പ്രസംഗിക്കുമായിരുന്നു. പ്രത്യേകിച്ചും കേരളത്തിൽ UDF-യുടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെയും നിരവധി കർഷകൻ ആത്മഹത്യ ചെയ്തിരുന്നു. അതുകൊണ്ട് അത് നന്നായി ഞങ്ങൾ പറഞ്ഞു പോന്നിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇന്ത്യയിൽ കർഷകരുടെ സമരം അതിശക്തിയായി 1 വർഷം നീണ്ടുനിന്ന സമരമടക്കം നടന്നില്ലേ? ആ സമരത്തിൻ്റെ മുന്നിൽ നരേന്ദ്രമോദി മുട്ടുമടക്കിയില്ലേ? പക്ഷേ മുട്ടുമടക്കിയെങ്കിലും ആ സമരത്തിലൂടെ ഉയർന്നു വന്ന മുദ്രാവാക്യങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി നരേന്ദ്രമോദി ഒന്നും ചെയ്യുന്നില്ല. അതാണ് ഇവിടുത്തെ വസ്തുത. നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന 2014 മുതൽ 2022 വരെ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്ത കർഷകൻ്റെ എണ്ണമെന്ന് പറഞ്ഞാൽ 1 ലക്ഷമാണ്. 1 ലക്ഷം കർഷകൻ ആത്മഹത്യയാണ് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും 30 കർഷകർ ഇന്ത്യ രാജ്യത്ത് ആത്മഹത്യ ചെയ്യുന്നു എന്ന കണക്ക് നരേന്ദ്രമോദി മാറ്റിവെക്കുകയാണ്. എന്ത് സാമ്പത്തിക നയമാണ് നരേന്ദ്രമോദി നടപ്പാക്കുന്ന ഇവിടെ? ആ സാമ്പത്തിക നയം കൊണ്ട് ഈ രാജ്യത്തിലെ കുട്ടികൾക്കും സ്ത്രീകൾക്കും അതുപോലെ ആദിവാസികൾക്കും അതുപോലെ മത്സ്യത്തൊഴിലാളികൾക്കും എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. കുട്ടികൾക്ക് വേണ്ടി ചിൽഡ്രൻസ് ലേബർ പ്രോജക്റ്റ് ഉണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിന്. ആ ചിൽഡ്രൻസ് ലേബർ പ്രോജക്റ്റ് എന്നത് 120 കോടിയാണ് മാറ്റിവെച്ചിരുന്നതെങ്കിൽ ഇപ്പം നരേന്ദ്രമോദി അത് 30 കോടി രൂപയായി കുറച്ചു. ചിൽഡ്രൻസ് ലേബർ പ്രോജക്റ്റിന് 2024-25 അത് 6 കോടി രൂപയായി ചുരുക്കി. പോക്ക് നോക്കണം. നേരത്തെ 120 കോടി രൂപയായിരുന്നു, പിന്നെ അത് 30 കോടി രൂപയായി, പിന്നെ 6 കോടി രൂപയായി. ഈ രാജ്യത്തിലെ കൊച്ചുകുട്ടികൾ ആഹാരമില്ലാതെ ചുക്കിച്ചുളിഞ്ഞ് പട്ടിണി കിടന്ന് മരിച്ചാലും നരേന്ദ്രമോദിക്കൊന്നും വരാനില്ല. അതിൻ്റെ ലക്ഷണമാണ് 120 കോടി 30 കോടിയായി ഇപ്പോൾ 6 കോടി രൂപയായി ചുരുക്കിയത്. ഇപ്പോൾ ഈ SC/ST വിഭാഗത്തിന് വേണ്ടി ഏകലവ്യൻ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളുണ്ടല്ലോ. എന്തൊരു പ്രചരണമായിരുന്നു! ആദിവാസികൾ ഞങ്ങളുടെ പൂർവികരാണ്, മത്സ്യത്തൊഴിലാളികൾ ഞങ്ങളുടെ പൂർവികരാണ്. അങ്ങനെയുള്ള ആളുകളെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദി കൊണ്ടുവന്ന പ്രോജക്റ്റാണ് ഏകലവ്യൻ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ. 2021-22 അതിനുവേണ്ടി എത്ര കോടി രൂപ നീക്കിവെച്ചു? അന്ന് നരേന്ദ്രമോദി അതിനുവേണ്ടി നീക്കിവെച്ചത് 1418 കോടി രൂപ. ഇപ്പോൾ അത് പുതിയ ബഡ്ജറ്റിൽ 1418 എന്നത് 1057 കോടി രൂപയായി മാറി. അപ്പം ഗണ്യമായി വെട്ടിക്കുറയ്ക്കുകയാണ്. അതിനെ സംബന്ധിച്ചൊന്നും നരേന്ദ്രമോദിക്കൊന്നും പറയാനില്ല. മുദ്രാവാക്യം എന്താ? ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, അതാണ് മുദ്രാവാക്യം. വലിയ വായിൽ പ്രസംഗിക്കുകയല്ലേ. ടെലിവിഷൻ തുറന്നാൽ FM തുറന്നാൽ ഈ മുദ്രാവാക്യം ഇങ്ങനെ നമ്മുടെ ചെവിയിലിട്ട് അടിക്കുകയല്ലേ. അങ്ങനെ മുദ്രാവാക്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയാണ് കുട്ടികളുടെ
പരിപോഷണത്തിനു വേണ്ടി മാറ്റി വച്ചിരുന്ന തുക ഗണ്യമായി വെട്ടിക്കുറച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറുവശത്ത് ഇതിൻ്റെ മറപറ്റി മദ്രസയിൽ കൊടുത്തുകൊണ്ടിരുന്ന പണവും വെട്ടിമാറ്റുകയാണ്. മദ്രസയിലേക്ക് 2023-24 ബഡ്ജറ്റിൽ ന്യൂനപക്ഷ മന്ത്രാലയം മദ്രസകൾക്ക് വേണ്ടി കൊടുത്തിരുന്നത് 3097 കോടി രൂപയാണ്. എസ്റ്റിമേറ്റ് എത്രയായിരുന്നു? ഇന്ത്യ മഹാരാജ്യത്തിലെ ന്യൂനപക്ഷത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി, അവരുടെ പരിരക്ഷയ്ക്ക് വേണ്ടി ന്യൂനപക്ഷ മന്ത്രാലയം കൊടുത്തുകൊണ്ടിരുന്ന തുക 3097 കോടി രൂപ. ചില്ലറയുടെ ഉണ്ട് 3097.66 കോടി രൂപ. ഇപ്പോഴോ പുതിയ ബഡ്ജറ്റിൽ അത് 2608 കോടി രൂപയായി. ഗണ്യമായി വെട്ടിക്കുറയ്ക്കുകയാണ്. അതിൽ സൗജന്യ കോച്ചിങ്, ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള കോച്ചിങ്, അതിന് 30 കോടി രൂപയുണ്ടായിരുന്നു. അതിപ്പോൾ 10 കോടി രൂപയാക്കി മാറ്റി. മദ്രസകൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന തുക 93% കണ്ട് കുറച്ചു. എന്നിട്ടത് 10 കോടി രൂപയാക്കി മാറ്റി. അപ്പോൾ മുസ്ലിം ന്യൂനപക്ഷത്തിന് മദ്രസകൾക്കടക്കം കൊടുത്തുകൊണ്ടിരുന്ന പൈസ ഗണ്യമായി വെട്ടിക്കുറച്ചുകൊണ്ട് നരേന്ദ്രമോദി മുന്നോട്ട് പോവുകയല്ലേ. ഇതിനെതിരായി വല്ല മിണ്ടാട്ടം ഉണ്ടോ നമുക്ക്? ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇതിനെതിരായി എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാൻ പറ്റുന്നില്ലല്ലോ. ഇന്ന് ഏതോ പത്രത്തിൽ കണക്ക് കണ്ടു. 2021, 22, 23 ഈ കഴിഞ്ഞ 5 വർഷം നരേന്ദ്രമോദിയുടെ രണ്ടാമത്തെ ടേം, ഈ രണ്ടാമത്തെ ടേം 5 വർഷം അല്ലേ? 5 വർഷം കൊണ്ട് ശരാശരി എത്ര ദിവസം ഈ പാർലമെൻറ്റ് ചേർന്നേ? 50 ദിവസം. പാർലമെൻറ്റ് ചേർന്നത് 50 ദിവസം. അതാണ് എന്താ എന്ന് പറഞ്ഞാലോ, പാർലമെൻറ്റിൽ വല്ല ചർച്ചയുണ്ടോ? ഒരു ബില്ല് അവതരിപ്പിക്കും, അതിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ചർച്ചയിൽ പങ്കെടുക്കും, നല്ല വാദപ്രതിവാദം നടക്കും. വാദപ്രതിവാദം നടക്കുമ്പോൾ അവസാനം ചെയറിലിരിക്കുന്ന സ്പീക്കർ പറയുന്നത് എന്താ? എന്നാൽ പിന്നെ ഈ ബില്ല് എന്ത് ചെയ്യാം? സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടാം. അവസാനം സ്റ്റാൻഡിംഗ് കമ്മിറ്റി പരിശോധിച്ച് ബില്ല് വീണ്ടും സഭയിൽ വന്നിട്ടാണ് ആ ബില്ല് നമ്മൾ അംഗീകരിക്കുന്നത്, പാസ്സാക്കുന്നത്. ഇവിടെ ഇപ്പോൾ UPA കാലത്ത്, മൻമോഹൻ സിംഗ് നയിച്ചുകൊണ്ടിരുന്ന UPA കാലത്ത് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന ബില്ലുകളിൽ 60 മുതൽ 70% വരെയുള്ള ബില്ലുകൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടുമായിരുന്നു. അത് ജനാധിപത്യ പ്രക്രിയയെ ശക്തിപ്പെടുത്തുന്നൊരു നടപടിയാണ്. ഇപ്പോഴോ UPA ഭരണകാലത്ത് 60 മുതൽ 70% വരെയുള്ള ബില്ലുകൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടുമായിരുന്നുവെങ്കിൽ ഒന്നാമത്തെ മോഡി ഗവൺമെൻറ് 2014 മുതൽ 19 വരെ ആ 70% എന്നത് 22% കുറഞ്ഞു. രണ്ടാമത്തെ മോഡി സർക്കാർ എന്ന് പറഞ്ഞാൽ 19 മുതൽ 24 വരെ ആ രണ്ടാമത്തെ മോഡി സർക്കാർ ബില്ലുകൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിട്ടത് വെറും 13%. ജനാധിപത്യത്തിൽ തെല്ലും കൂസലില്ല. അങ്ങനെ എന്നിവർ ചർച്ച ചെയ്യേണ്ട എന്ന് നരേന്ദ്രമോദി ചിന്തിച്ചു വച്ചിരിക്കുകയല്ലേ. വെറും 13% ബില്ലുകൾ, വളരെ നിർണായകമായ ബില്ലുകൾ. അത്തരത്തിലുള്ള നിർണായകമായ ബില്ലുകൾ പോലും ചർച്ച ചെയ്യാതെ ഏകപക്ഷമായി പാസ്സാക്കി പോവുകയല്ലേ. ഇതിൽ നിന്ന് നമുക്ക് ബോധ്യമാവുന്ന എന്താ? ഇതിൽ നിന്ന് ബോധ്യമാവുന്നത് ഭിന്നാഭിപ്രായങ്ങൾ അമർച്ച ചെയ്യുകയാണ്, കിരാതമായ കരിനിയമങ്ങൾ ഉപയോഗിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ നരേന്ദ്രമോദി രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 10582. അതാണ് അവസ്ഥ. അപ്പോൾ സാമ്പത്തിക നയം എന്നത്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സാമ്പത്തിക നയമെന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ സാമ്പത്തിക നയം കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ സാമ്പത്തിക നയമാണ്. ആ സാമ്പത്തിക നയം ഈ രാജ്യത്തിലെ ബഹുഭൂരിപക്ഷത്തിന് എതിരായി വരുന്ന സാമ്പത്തിക നയമാണ്. ആ നയം തിരുത്താൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തണ്ടേ? ജനാധിപത്യം ഞാൻ പറഞ്ഞതല്ലേ, ജനാധിപത്യം ഇല്ലല്ലോ. പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം ആര് നടത്തിയേ? സ്വാമിമാരെ കൊണ്ടുവന്ന് നടത്തിയല്ലേ. ബ്രാഹ്മണാധിപത്യം, ഈ രാജ്യത്തിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ട ബ്രാഹ്മണ്യം, ആ ബ്രാഹ്മണ്യത്തെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് നരേന്ദ്രമോദി പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിലൂടെ. വാളുമായി വരികയല്ലേ സ്വാമിമാര്. അത് ബ്രാഹ്മണാധിപത്യത്തിൻ്റെ ചിഹ്നമാണ്. അത് വീണ്ടും ജനാധിപത്യത്തിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയല്ലേ. ഹിൻഡൻബർഗിനെ സംബന്ധിക്കുന്ന ചോദ്യോത്തരം വരില്ല. അദാനിയെ സംബന്ധിക്കുന്നത് പാർലമെൻറ്റിൽ ചർച്ചയ്ക്കെടുത്തോ?
ഹിൻഡൻബർഗിനെ സംബന്ധിച്ച് പാർലമെന്റിൽ പ്രതിപക്ഷ എംപിമാർ ചോദിക്കുമെന്നുള്ളത് കൊണ്ട് പ്രതിപക്ഷ നിരയിലെ 140-ലേറെ വരുന്ന എംപിമാരെ സസ്പെൻഡ് ചെയ്തു വെച്ച് പാർലമെന്റ് സമ്മേളനം നടത്തിയില്ലേ? ജനാധിപത്യത്തോട് തെല്ലെങ്കിലും താല്പര്യമുണ്ട് അവർക്ക്. ഇതൊക്കെ പറയാൻ കഴിയുന്ന മാധ്യമങ്ങളടക്കം വേട്ടയാടിക്കൊണ്ടിരിക്കുകയില്ലേ നരേന്ദ്രമോദി? ന്യൂസ് ക്ലിക്ക് നമ്മൾ ചർച്ച ചെയ്ത വിഷയമല്ലേ? ന്യൂസ് ക്ലിക്കിനെതിരായി കേസെടുത്തില്ലേ? മുൻകാലങ്ങളിൽ ഗൗരി ലങ്കേഷിനെ കൊന്നില്ലേ? ഗോവിന്ദ പൻസാരയെ കൊന്നില്ലേ? നരേന്ദ്ര ദബോൾക്കറെ കൊന്നില്ലേ? ഇതെല്ലാം പഴയ കഥകളെന്ന നിലയ്ക്കും മറക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ 2014 മുതൽ 2024 വരെയുള്ള ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ഭരണം നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതാണ്. അത് സാമ്പത്തിക മേഖലയായാലും രാഷ്ട്രീയ മേഖലയായാലും വിദേശ നയത്തിൻ്റെ കാര്യത്തിലായാലും ഈ ഗവൺമെൻറ് ഇന്ത്യയുടെ മുന്നിൽ, ഇന്ത്യക്കാർക്ക് നാണക്കേടായി ലോകത്തിൻ്റെ മുന്നിൽ നിൽക്കുകയല്ലേ? ഇപ്പോൾ ഏറ്റവും അവസാനം ഇതാ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയല്ലേ? എന്തിനാ അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. 2019 ഡിസംബർ മാസത്തിലല്ലേ ലോക്സഭയും രാജ്യസഭയും പ്രസിഡന്റും ആ നിയമം ഒപ്പുവെച്ചേ? ഈ രാജ്യത്ത് ശക്തമായ സമരം ഉയർന്നു വന്നില്ലേ? അപ്പോൾ അതിനെ ഫ്രീസറിൽ വെച്ചു, എന്നാൽ പിന്നെ നടപ്പാക്കുന്നില്ല. അപ്പോൾ 2019 പാസ്സാക്കിയെടുത്ത നിയമം 24 വരെ ഫ്രീസറിൽ വെച്ചിട്ട് ഉപ്പിലിട്ട് വെച്ചിട്ട് ഇപ്പം അതിനെ പുറത്തെടുത്ത് നടപ്പാക്കുമെന്ന് എന്തിനാ കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചേ? ഇപ്പം നരേന്ദ്രമോദിയുടെ മുന്നിൽ മുദ്രാവാക്യമില്ല. നരേന്ദ്രമോദിയെ നയിക്കുന്ന RSS ആയാലും NDA ആയാലും അവർക്ക് മുദ്രാവാക്യം വേണം. ആ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഈ രാജ്യത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളെ ഇളക്കി വിടുന്ന മുദ്രാവാക്യമാണ്. ഇപ്പോൾ എന്താ ഉള്ളത്? അങ്ങനെ 1992 ഡിസംബർ മാസം മുതൽ അനൂപേ തുടങ്ങി. അനൂപ് അദ്വാനിയുടെ രഥയാത്ര വന്നല്ലോ. ആ രഥയാത്രയിലൂടെയാണ് BJP RSSും ബാബറി മസ്ജിദ് ഇടിച്ചിടുമെന്ന് പ്രഖ്യാപിച്ചത്. അവർ പ്രഖ്യാപിച്ചതുപോലെ 1992 ഡിസംബർ മാസം 6-ാം തീയതി ബാബറി മസ്ജിദിനെ ഇടിച്ചിട്ടു അല്ലേ? ഒരിക്കലും കൂടാതിരുന്ന ദേശീയ ഉദ്ഗ്രഥന സമിതി, ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അംഗങ്ങളാണ്, അതടക്കം കൂടിച്ചേർന്നുകൊണ്ട് ആ ബാബറി മസ്ജിദ് സംരക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതില്ലേ? എന്തായാലും ഇടിച്ചിട്ടു. 92 ഡിസംബർ മാസം 6. ഇപ്പോൾ വർഷം 31ആയി. ഈ 31 വർഷമായി നരേന്ദ്രമോദി ആയാലും നരേന്ദ്രമോദിക്ക് മുൻപിൽ ഉണ്ടായിരുന്ന നേതാക്കന്മാരായാലും അവരെല്ലാം ഇന്ത്യയിലെ ഹിന്ദുവിനെ നയിച്ചു കൊണ്ടിരുന്നത് ശ്രീരാമൻ്റെ അമ്പലം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. ഇക്കഴിഞ്ഞ മാസങ്ങളിൽ ആ ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ പണി ഉദ്ഘാടനം ചെയ്തല്ലോ. അതിൻ്റെ ഉദ്ഘാടനം ആര് തന്നെ നടത്തി? നരേന്ദ്രമോദി തന്നെ. അവിടെ തന്ത്രിയും വേണ്ട, പൂജാരിയും വേണ്ട. ഞാൻ തന്നെ തന്ത്രി, ഞാൻ തന്നെ പൂജാരി. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പണി അമ്പലങ്ങളുടെ ഉദ്ഘാടനമായി വന്നിരിക്കുകയല്ലേ? സൗദിയിൽ പോയി, സൗദി അറേബ്യയിൽ അവിടുത്തെ മലയാളികളെ കൂട്ടുപിടിച്ച് അവിടെ ഒരു അമ്പലം പണിത് അവിടെയും പോയി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ലോകത്തിലെ രാഷ്ട്രത്തലവന്മാർ ആ രാഷ്ട്രത്തിൻ്റെ പേരും പെരുമയും അന്താരാഷ്ട്ര നിലവാരത്തിൽ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി മഹത്തായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുമ്പോൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രി അമ്പലങ്ങൾ പണിത് അമ്പലങ്ങളുടെ ഔപചാരികമായി ഉദ്ഘാടനം നടത്തുന്ന തന്ത്രിയായി മാറി നാണം കെട്ട അവസ്ഥയിലേക്ക് പോവുകയല്ലേ? അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നരേന്ദ്രമോദിക്ക് ഇപ്പം മുദ്രാവാക്യമില്ല. ശ്രീരാമൻ്റെ അമ്പലത്തിൻ്റെ പണി പൂർത്തിയായതോടുകൂടി നരേന്ദ്രമോദിയുടെ മുദ്രാവാക്യം എന്തെങ്കിലും ഉണ്ടോ? അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ച് ഇൻ്റലിജൻസ് രാജ്യം മുഴുവൻ വലവിരിച്ച് ഇങ്ങനെ നടക്കുകയല്ലേ? അവരിന്ത്യയിലെ പൾസ്, ഇന്ത്യയിലെ ഗ്രാമങ്ങളുടെ പൾസ്, ഇന്ത്യയിലെ ജനങ്ങളുടെ വികാരം എന്താണെന്ന് പരിശോധിച്ച് അത് നരേന്ദ്രമോദിക്ക് കൈമാറിക്കൊണ്ടിരിക്കുകയല്ലേ? 2024 ഏപ്രിൽ മെയ് മാസം തെരഞ്ഞെടുപ്പ് നടത്തിയാൽ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വരൂ. എന്തായിരിക്കും ഫ്യൂച്ചർ, ഭാവി എന്തായിരിക്കും എന്നവർ ഗണിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അവർക്കൊരു കാര്യം ബോധ്യമായി. എന്താ ബോധ്യപ്പെട്ടത്? നരേന്ദ്രമോദിയുടെ തിരിച്ചുവരവ് അത്ര എളുപ്പമല്ല. ഇന്ത്യ മുന്നണി നരേന്ദ്രമോദിയും മാധ്യമങ്ങളും പറഞ്ഞതുപോലെ ശിഥിലമായി പോയില്ലല്ലോ. ചില സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണി എന്ന നിലയ്ക്ക് ശക്തമായി പ്രതികരിക്കാൻ കഴിയാതെ വന്നെങ്കിലും ഇന്ത്യയുടെ ഹൃദയമെന്ന് പറയുന്ന ബീഹാറിലും UPയിലും
അതുപോലുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണി വളരെ ശക്തമായി നിലകൊള്ളുകയല്ലേ? ആ ഇന്ത്യ മുന്നണി ശക്തമായി ഒറ്റക്കെട്ടായി നിന്നാൽ നരേന്ദ്രമോദിയുടെ പൊടി പോലും കിട്ടില്ലല്ലോ. ഇതാർക്ക് ബോധ്യമായി? നരേന്ദ്രമോദിക്ക് ബോധ്യമായി. അപ്പോൾ അങ്ങനെ ഒരവസ്ഥ വന്നാൽ ജയിക്കണം. അതിനെന്ത് വേണം? ഹിന്ദു വികാരം ഇളക്കി വിടണം. ഹിന്ദു വികാരം ഇളക്കി വിടാൻ എന്തുണ്ട്? യു-പിയിൽ ഡൽഹി പ്രാന്തപ്രദേശങ്ങളിൽ ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം ചേരികൾ ഇടിച്ചു നിരത്തി കച്ചവട സങ്കേതങ്ങൾ നശിപ്പിച്ചില്ലേ? നമ്മൾ പത്രത്തിൽ വായിച്ചില്ലേ? ഡൽഹിക്ക് സമീപമുള്ള ചേരി പ്രദേശങ്ങൾ ഇടിച്ചു നിരത്തിയില്ലേ ബുൾഡോസർ വെച്ച്? അന്നവിടെ ഓടിയെത്തി തൊട്ടുപോകരുത്, അനുവദിക്കില്ല എന്ന് പറഞ്ഞത് വൃന്ദാക്കാരട്ടല്ലേ? അതൊന്നും യേശുന്നില്ല. അതൊക്കെ യേശാതെ വന്നപ്പോഴാണ് ഇപ്പോൾ നരേന്ദ്രമോദിക്ക് കിട്ടിയ ബുദ്ധി. അമിത്ഷായും നരേന്ദ്രമോദിയും കൂടെ ആലോചിച്ചു, ഇതങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. എന്നാൽ പിന്നെ 2019 പാസ്സാക്കി വെച്ച പൗരത്വ ഭേദഗതി നിയമം അങ്ങ് നടപ്പാക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ ഇവിടുത്തെ ഭരണാധികാരികളുടെ പീഡനവും മർദ്ദനവും സഹിക്കവയ്യാതെ ആ രാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായി ഓടി ഇന്ത്യയിലെത്തിയിരിക്കുന്ന ആ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് അംഗീകാരം കൊടുക്കാം. ഇതാ മുസ്ലിങ്ങിന് എന്ത് കഴിച്ച്? മുസ്ലിങ്ങിന് അംഗീകാരം കൊടുക്കണ്ടേ? മുസ്ലിം ജനത നമ്മുടെ സഹോദരന്മാരല്ലേ? അവരിവിടെ ജീവിക്കുന്നവരല്ലേ? അവർ പിന്നെ തിരിച്ച് ഈ പറഞ്ഞ രാഷ്ട്രങ്ങളിൽ പോണോ? അതിൻ്റെ ദുഷ്ടലാക്കെന്ന് പറഞ്ഞാലേ ഒന്നല്ലേ രണ്ടാണ്. ഏതൊക്കെ രാജ്യമാണ് പറഞ്ഞ? അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ. ആരാ അവിടെ ഭരണം? ഈ 3 രാഷ്ട്രങ്ങളുടെ ഭരണം മുസ്ലിം നേതാക്കന്മാരല്ലേ? അവരുടെ പീഡനത്തിനും മർദ്ദനത്തിനും ഇരയായി സഹിക്കാൻ വയ്യാതെ ആ രാജ്യം വിട്ട് ഇന്ത്യയിലേക്ക് ഓടിപ്പോന്ന മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് അംഗീകാരം. അതിലൂടെ ഈ രാജ്യത്തിലെ വർഗീയത ആളിക്കത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നരേന്ദ്രമോദി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളം അന്നേ പറഞ്ഞു, 19 തന്നെ ഞങ്ങൾ പറഞ്ഞു അതിവിടെ നടപ്പാക്കുന്ന വിഷയമില്ല. അന്ന് കേരളത്തിനോടൊപ്പം നിരവധി സംസ്ഥാനങ്ങൾ, BJP ഇതര സംസ്ഥാനങ്ങൾ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാൻ പറ്റില്ല എന്ന് പ്രഖ്യാപിച്ചതാണ്. വീണ്ടും കേരളം അത് ആവർത്തിക്കുകയാണ്, തമിഴ്നാട് ആവർത്തിക്കുകയാണ്. എങ്കിലും അമിത്ഷായെ പോലുള്ള ചില ആളുകൾ അത് സംസ്ഥാന ഗവൺമെൻറ് പറ്റില്ല എന്ന് പറഞ്ഞാലും ഞങ്ങൾ നടപ്പാക്കുമെന്ന വിദണ്ഡവാദവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ആ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ മന്ത്രിസഭ സുപ്രീം കോടതിയിൽ പോവുകയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം രാഷ്ട്രീയമായി ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വോട്ട് നേടുക എന്നതിലുപരി ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യവും ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയും ഈ രാജ്യം ഇത്രയും കാലം ഉയർത്തിപ്പിടിച്ചിരുന്ന എല്ലാ നല്ല മൂല്യങ്ങളും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമായി ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കണ്ടുകൊണ്ട് മുന്നേറുകയാണ്. ആ മുന്നേറ്റത്തിൽ നമ്മുടെ മുഴുവൻ ജനങ്ങളും ജനാധിപത്യ വിശ്വാസികളും ഈ പ്രസ്ഥാനത്തോടൊപ്പം അണിചേരണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അഭിവാദനങ്ങൾ.